നിങ്ങൾ അറിഞ്ഞോ, ഒറ്റപ്പാലത്ത് ഇങ്ങനെ ലൈവ് ആയിട്ട് നിൽക്കാൻ ലൈവ് 7 സൂപ്പർ മാർക്കറ്റ് നിങ്ങൾക്കായി ഓപ്പൺ ആയിരിക്കുന്നു. ഒറ്റപ്പാലം നഗരസഭയിലെ 34-ാം വാർഡിൽ വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടെന്ന് പരാതി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേടെന്നാണ് പരാതി. ഒരു കുടുംബത്തിലെ ആളുകൾ വേറെ വാർഡിൽ ഉൾപ്പെട്ടതായാണ് പരാതി. ഒറ്റപ്പാലം നഗരസഭയിലെ 34-ാം വാർഡിൽ വാർഡ് വിഭജനത്തിൽ അതിർത്തികൾ നിശ്ചയിച്ചല്ല വിഭജനം നടത്തിയതെന്ന് വാർഡ് കൗൺസിലർ സി സജിത്ത് പറഞ്ഞു. ഒറ്റപ്പാലം നഗരസഭയിലെ ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട് വാർഡ് വിഭജിച്ചതുമായി ഉള്ള നിലവിലെ സാഹചര്യത്തിൽ ഒട്ടനവധി പ്രശ്നങ്ങളാണ് ഒറ്റപ്പാലം നഗരസഭ പ്രദേശത്തെ വാർഡ് വിഭജനത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. നിലവിലിപ്പോൾ എൻ്റെ വാർഡിനെ പറ്റി സംബന്ധിച്ച് ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒറ്റപ്പാലം നഗരസഭയിലെ 34-ാം വാർഡിലെ അതിർത്തികൾ നിശ്ചയിച്ചതനുസരിച്ചല്ല വാർഡ് വിഭജനം നടന്നിരിക്കുന്നത്. നിലവിലെ അതിർത്തിക്ക് ഉള്ളിൽ പെടേണ്ട വീടുകളടക്കം പുറത്തു പോവുകയും പുറത്തുള്ള വീടുകൾ ഉള്ളിലേക്ക് പെടുകയും ഈ വോട്ടർമാർ തമ്മിൽ മിക്സ് ആയതുകൊണ്ട് എവിടെയൊക്കെ എങ്ങനെയൊക്കെ എന്നുള്ളത് കൃത്യമായിട്ട് തിരിച്ചറിയാൻ പോലും വോട്ടർ പട്ടിക നോക്കിയിട്ട് സാധ്യമല്ലാത്തൊരവസ്ഥയിലാണ്. അപ്പോൾ ഈ പ്രശ്നങ്ങളെല്ലാം ചൂണ്ടിക്കാട്ടി അടിയന്തരമായിട്ട് ഈ വാർഡ് വിഭജനവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒറ്റപ്പാലം നഗരസഭാ സെക്രട്ടറിക്ക് വാർഡ് അടിസ്ഥാനത്തിലുള്ള പരാതി നൽകുന്നുണ്ട്. ഒപ്പം തന്നെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കും ഈ പരാതിയുടെ കോപ്പി അയക്കുന്നുണ്ട്. അടിയന്തരമായി ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ട് കഴിഞ്ഞാലാണ് നല്ല രീതിയിലുള്ള ഒരു ജനാധിപത്യ സംവിധാനത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് നടപ്പാക്കി ആ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഭരണ സംവിധാനം കൃത്യമായിട്ട് വാർഡിലും അതുപോലെ നഗരസഭാ പ്രദേശത്തും നടപ്പിലാക്കാൻ സാധിക്കും. അടിയന്തരമായി വാർഡ് വിഭജനത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നഗരസഭാ സെക്രട്ടറിക്ക് പരാതി നൽകുമെന്ന് സി സജിത്ത് പറഞ്ഞു. നിലവിൽ ഒറ്റപ്പാലം നഗരസഭയിൽ കമ്പ്യൂട്ടർ നോക്കി വാർഡ് വിഭജനം നടത്തിയതിൻ്റെ എല്ലാവിധ പ്രശ്നങ്ങളും നമുക്ക് ഈ വോട്ടർ പട്ടിക പരിശോധിച്ചാൽ കാണാൻ സാധിക്കും. അതായത് ഒരു വ്യക്തിയുടെ ഒരു വീട്ടിലെ അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ മകനില്ല, മകനുണ്ടെങ്കിൽ അച്ഛനും അമ്മയും ആ വാർഡിലില്ല. പരസ്പരം വാർഡ് വിഭജനമല്ല, ഇവിടെ വീടും അതുപോലെ വീട്ടുകാരെയാണ് വിഭജിക്കുന്ന നടപടികളാണ് ഒറ്റപ്പാലം നഗരസഭ സ്വീകരിച്ചിട്ടുള്ളത്. ഈ പ്രശ്നങ്ങൾ അടിയന്തരമായി പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടാണ് പരാതിയുമായി മുന്നോട്ട് പോകുന്നത്. കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ വാർഡ് വിഭജനം നടത്തിയതിന്റെ പോരായ്മകളാണ് വോട്ടർ പട്ടികയിലെ ക്രമക്കേടിന് കാരണമായതെന്നും കൗൺസിലർ കൂട്ടിച്ചേർത്തു. നഗരസഭാ സെക്രട്ടറിക്ക് കൊടുത്ത പരാതിക്ക് പുറമെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്കും പരാതി നൽകുമെന്നും കൗൺസിലർ സി സജിത്ത് പറഞ്ഞു.